ദൈവം സംസാരിച്ചിരിക്കും. ഉറപ്പാത്. നമ്മളോട് ദൈവം സംസാരിക്കാത്തതിന്റെ കാരണം സംസാരിക്കാത്തതല്ല, കേൾക്കാത്തതാണ്. വേറെ ഒരുപാട് സ്വരങ്ങൾക്ക് നടുവിൽ നമ്മൾ ദൈവത്തെ കേൾക്കാത്തതാണ്. ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ടെലിവിഷൻ ഇങ്ങനെ ഒച്ചത്തിൽ ഓടുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നില്ല. മൊബൈലിലുള്ള സംസാരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്, ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങള്, ചുറ്റും നടക്കുന്ന 1000 കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ചെവിയിലേക്ക് വന്ന് ആഞ്ഞടിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഒരു പള്ളി രക്ഷപ്പെടണമെങ്കിൽ, ഒരു വീട് രക്ഷപ്പെടണമെങ്കിൽ, ഒരാള് രക്ഷപ്പെടണമെങ്കിൽ അതിന് ഏറ്റവും നല്ല കുറുക്ക് വഴി ദൈവത്തെ കേട്ടാ മതി. ദൈവം പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി തകർക്കാൻ ആർക്കും പറ്റില്ല. നിന്നെക്കുറിച്ച് നീയോ നിന്റെ മാതാപിതാക്കളോ നിന്റെ കുടുംബാംഗങ്ങളോ ഒരുപക്ഷെ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന് നീ കരുതുന്ന ഒരാളോ വിചാരിക്കാത്ത അത്ര മേന്മയേറിയ മനോഹരമായൊരു സ്വപ്നം നിന്റെ ഉടയവനായ ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ട്. നമുക്കൊരു ദുരന്തമുള്ള എന്തെന്നറിയാം.